യേശുക്രിസ്തു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിനരികെ വന്നപ്പോൾ യഹൂദന്മാർ യേശുവിനെ വളഞ്ഞു. അവർ അവനോട് ചോദിച്ചു, നീ എത്ര നാളെ ഞങ്ങളെ ആശിപ്പിക്കുന്നു? ക്രിസ്തു ആകുന്നു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ ആട്ടിൻ കൂട്ടത്തിലുള്ളവരല്ലായക കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത പ്രവർത്തികൾ അതും നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യമാണ്. എന്നാൽ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കാൻ ആർക്ക് സാധ്യമല്ല. അവയെ എനിക്ക് തന്നത് പിതാവാം ദൈവമാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ, എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരോട് യേശു പറയുന്നൊരു ദൂതാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കും, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ തരും, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകില്ല. എന്തൊരു ശബ്ദമാണത്! എന്തൊരു സംരക്ഷണമാണ്! എന്തൊരു കരുതലാണ്! ഒരു നാൾ നശിച്ചു പോകില്ല. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുന്നവർക്കാണ് ഈ സംരക്ഷണമുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ ആടുകളാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ കഴിയാതെ സംശയിച്ച് നിൽക്കുന്നവരെ കുറിച്ച് യേശു പറയുക, നിങ്ങൾ എൻ്റെ ആട്ടിൻ കൂട്ടത്തിലുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആട്ടിൻ കൂട്ടത്തിലുള്ളവരാകണം. അവിടെ എന്തൊരു ജീവനാണ് വ്യാപരിക്കുന്നത്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു കരുതലാണ് അവിടെ ഉള്ളത്. അത് അത്യുന്നതൻ്റെ മറവാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. ദൈവം നിന്നെ സംരക്ഷിക്കും. യഹോവ നിന്നെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കും. വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുവോ? യേശു ക്രൂശിൽ മരിക്കാനുള്ള കാരണം ഞാനാണ്. എൻ്റെ പാപനിമിത്തമാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് യേശു നിത്യജീവൻ കൊടുക്കും. യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വിശ്വസിക്കുന്നവർക്കുള്ളത്! പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിക്കുവാൻ. സംശയിക്കുന്നവരോട് യേശു പറഞ്ഞു. ആരാണ് സംശയിച്ചെന്നറിയാമോ? യഹൂദന്മാരാ. ഒത്തിരി പ്രാർത്ഥിച്ചവരാ, ഒത്തിരി വചനം അറിയാവുന്നവരാ, ഒത്തിരി ഉപവസിച്ചവരാ. പക്ഷെ വിശ്വസിക്കാൻ പറ്റാതെ വന്നപ്പോൾ, സംശയം കയറിയപ്പോൾ യേശുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു കർത്താവിൻ്റെ വേലിക്കകത്താണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. വിശ്വസിച്ചാൽ മതിയെന്നേ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഒരു മതത്തിൻ്റെ വക്താവല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതിൽ നിങ്ങളുണ്ട്. വചനം പറയുക, നിങ്ങളുണ്ട്. വിശ്വസിക്ക്. നിങ്ങളെ യേശു സ്നേഹിച്ചു.
നിങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, പ്രാണൻ കൊടുത്തു. ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. വിശ്വസിക്കുക, നീ ഒരു നാളും നശിച്ചുപോയില്ല. യേശുവിൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. വിശ്വസിക്കുക, നീ യേശുവിൻ്റെയാ. പറ, യേശു എൻ്റെയാന്ന് പറ. നീ വിശ്വസിക്കുക. യേശു പറയുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി. അത് രക്ഷയുടെ വചനമാണ്. നീതീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, തേജസ്കരിക്കുന്ന വചനമാണ്. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാം. യേശുവിൻ്റെ ശബ്ദം കേൾക്കാം. യേശുവിനെ അനുഗമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.